നിങ്ങൾക്ക് എന്താ വേണ്ടിപ്പോ? അല്ല, എന്താ കാര്യം? നിങ്ങൾക്കെല്ലാം വേറെ യാതൊരു തരത്തിലുള്ള കാര്യം ചോദിക്കാനുമില്ല, പറയാനുമില്ല. എന്നിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആന വണ്ണത്തിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഒന്നും പറയണ്ടേ? ഒരു കാര്യമില്ല, പറയണ്ട, ഒരു കാര്യമില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്, ഇനി ഒന്നും പറയാനില്ല. ഒഴിഞ്ഞൊന്നും മാറുന്നില്ല. ഒഴിഞ്ഞു മാറാം. നിങ്ങളോടാ ഒഴിഞ്ഞു മാറണ്ടേ? ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് നാളെ പറയും ഗോവിന്ദ മാഷ് ക്ഷോഭിച്ചു. ഞാൻ ക്ഷോഭിച്ചിട്ടില്ല കേട്ടാ. വെറുതെ ചോദ്യം ചോദിച്ചോണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇല്ലാതാണ്. ഗുരുതരമായ പ്രശ്നമാണ്. ആലോചിച്ചോ, അന്വേഷിച്ചോ, പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കത് പരിശോധിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് മേലെ പിന്നിൽ പോകേണ്ട കാര്യം നമുക്കെന്താ ഉള്ളത്? നിങ്ങൾക്ക് നാളെ പത്രത്തിൽ വരുത്താൻ വേണ്ടി ഒരു വാർത്ത വേണം. ആ വാർത്തക്ക് വേണ്ടി ഞങ്ങൾ അതിന്റെ പിന്നിൽ പോയിട്ട് നടത്തേണ്ട നല്ല കാര്യമുണ്ട്. ഒരു ആവശ്യമില്ലാന്ന് സുബ്രഹ്മണ്യം. അത് നോക്കിക്കോട്ടെ, എങ്ങനെ പരിശോധിച്ചു നോക്കട്ടെ. ഞങ്ങൾക്ക് അതിന്റെ എതിർപ്പതില്ല. സുബ്രഹ്മണ്യം, നിങ്ങൾ കുറെ ദിവസമായില്ലേ ഈ പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലേ? ഇനിയിപ്പോൾ അത് പിണറായി ഇന്നലെ പറഞ്ഞതോടുകൂടി അത് പൂർണ്ണമാവേണ്ടതാണ്. നിങ്ങൾക്ക് ഇനിയും പൂർണ്ണമാകുന്നില്ല. ഞാനിപ്പോ പറഞ്ഞിട്ട് പൂർണ്ണമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾക്കത് പൂർണ്ണമാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഗവൺമെന്റ് വിരുദ്ധവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആശയം ഉൽപ്പാദിപ്പിക്കാനുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും അത് നിങ്ങൾക്ക് ബോധ്യാവില്ല. ആ ബോധ്യാവാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾക്ക് കൃത്യമായ മുൻവിധിയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ട്, താല്പര്യമുണ്ട്. അത് വർഗപരം കൂടിയാണ്. പിന്നെ